Hi foodies, welcome back to Homebaking. അപ്പോൾ ഇന്ന് നമ്മുടെ വെസ്റ്റ് ഇൻഡീസിലെ ഒരു ഗുലാബ് ജാമുൻ എന്ന ഫ്രൂട്ട് പോലെ നമ്മളൊരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒറിജിനൽ ഒരു ഫ്രൂട്ട് ഉണ്ട്, ഗുലാബ് ജാമുൻ എന്ന് പറഞ്ഞിട്ട്, വളരെ സോഫ്റ്റായിട്ട് ഇതുപോലെ തന്നെ മെൽറ്റായിട്ട് അതിൻ്റെ ലിക്വിഡൊക്കെ ഇറങ്ങി വരുന്ന ടൈപ്പ് ഒരു ഫ്രൂട്ട്. അപ്പോൾ അതേ സെയിം മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ഗുലാബ് ജാമുന് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഗുലാബ് ജാമുന് ഗുലാബ് ജാമുൻ എന്നുള്ള പേര് വന്നിട്ടുള്ളൂ. പിന്നെ ആ ഫ്രൂട്ടിനാണെങ്കിലും ഒരു നമ്മുടെ ഗുലാബ് അല്ലെങ്കിൽ റോസിൻ്റെ ഒരു ഫ്ലേവർ വരുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഈ ഒരു ഗുലാബ് ജാമുനിൽ നമ്മൾ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗുലാബ് ജൽ അല്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടർ ചേർത്തിട്ട് കറക്റ്റായിട്ട് ഏകദേശം നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ വളരെ സോഫ്റ്റായിട്ട് അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്ന് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 9 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുക്കുക. നല്ല ബ്രാൻഡ് ഏതെങ്കിലും ഒരു മിൽക്ക് പൗഡർ എടുക്കുക. 9 ടേബിൾ സ്പൂണാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടത്. അതിലേക്ക് നമുക്കൊരു 3.5 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർക്കാം. മൈദയിൽ ലംസൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ നമുക്ക് റവ കൂടെ ചേർക്കാം. സാധാ നോർമൽ റവ മതി, വറുത്തെടുക്കൊന്നും വേണ്ട. അതുപോലെ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വലിയ കാശൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന നമ്മുടെ ഗുലാബ് ജാമുൻ മിക്സ് റെഡിയായി. അപ്പോൾ നിങ്ങളൊക്കെ എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മിക്സിങ് കറക്റ്റ് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഗുലാബ് ജാമുൻ മിക്സാണ് മേടിക്കുന്നത്. അപ്പോൾ ആ ഒരു മിക്സാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഗുലാബ് ജാമുൻ മിക്സ് എന്ന് പറഞ്ഞ് കടയിൽ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ഒരു റെസിപ്പി കറക്റ്റ് ഫോളോ ചെയ്യുക. ഇനി നമുക്ക് ആ ഒരു റെസിപ്പി നമ്മൾ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യാറ്, അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. 2 ടേബിൾ സ്പൂൺ കേട് എടുത്ത് വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ മിൽക്കും എടുത്ത് വയ്ക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിക്കണം എന്നല്ല പറഞ്ഞത്, എടുത്ത് വയ്ക്കുക. എടുത്ത് വെച്ചിട്ടൊരു 1.5 ടേബിൾ സ്പൂൺ കേടും 1.5 ടേബിൾ സ്പൂൺ മിൽക്കും, അതായത് 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ തൈര്, അതുപോലെ 1.5 സ്പൂൺ നമ്മുടെ ടേബിൾ സ്പൂണാണ് പാല് കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം തട്ടുമ്പോൾ വെള്ളത്തിനെ ഒരുപാട് അബ്സോർബ് ചെയ്തെടുക്കാനുള്ള ശേഷി കുറവാണ്. അപ്പോൾ ഇത് വാട്ടർ കണ്ടൻറ്റ് പുറത്തേക്ക് തള്ളിക്കൊണ്ടാണ് ഇരിക്കുക. അതിനർത്ഥം നമുക്ക് വളരെ കുറഞ്ഞ വാട്ടർ കണ്ടൻറ്റേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു ഗുലാബ് ജാമുൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിലേക്ക് വെള്ളം ചേർക്കുമ്പോഴാണ്. ലിക്വിഡ് കണ്ടൻ്റ് ആയിട്ടുള്ള എന്തും ചേർക്കുമ്പോൾ നമ്മൾ വളരെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു കറക്റ്റ് പാകം, അതായത് ഒരു ബൈൻഡിങ് ചെയ്യാനുള്ള പാകം എത്തിക്കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ ഗീ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് ഗീ ആണോ ഉള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഗീ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഒരു ഗീയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല, നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ ഗുലാബ് ജാമുൻ ഒരു സോഫ്റ്റിൻ്റെ ആ ഒരു കൂടെ ആ ഒരു സ്മെല്ല് കൂടെ നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഗുലാബ് ജാമുൻ ഫീൽ വരിക. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഗീ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്കൊരു കറക്റ്റ് ഡവായിട്ട് കിട്ടും. അതായത് സോഫ്റ്റ് ഡവായിരിക്കണം. ഹാർഡ് ഡവായി കഴിഞ്ഞാൽ അതിലേക്ക് ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ് ഡവ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിനെ ബോൾസ് ആക്കിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ സോഫ്റ്റ് ഡവ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എന്നുള്ള അളവ് നിങ്ങൾ എടുത്ത് വയ്ക്കുക. ആവശ്യത്തിന് ചേർത്തിട്ട് ചെയ്യാം. ചിലർക്ക് 2 ടേബിൾ സ്പൂൺ കംപ്ലീറ്റ് ആയിട്ട് മിൽക്കും വേണ്ടി വരും, കേടും വേണ്ടി വരും. നമ്മൾ എടുക്കുന്ന മൈദയുടെയും മിൽക്ക് പൗഡറിൻ്റെയും വ്യത്യാസത്തിനനുസരിച്ചാണ്. ഇനി നമുക്കൊരു 2 കപ്പ് ഷുഗർ എടുക്കാം. 2 കപ്പ് ഷുഗർ അല്ലെങ്കിൽ 1.5 കപ്പ് ഷുഗർ എടുത്താലും മതി. എത്രയാണോ ഷുഗർ എടുക്കുന്നത് അത്ര തന്നെ വെള്ളം എടുക്കുക. എന്നിട്ട് ഒരു 2-3 ഏലക്ക കൂടെ അതിലേക്ക് ചതച്ചിട്ടിട്ട് നമുക്കതിനെ ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഏലക്ക പൊടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതവിടെ ബോയിലാകുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോൾസ് റെഡിയാക്കിയെടുക്കുക. ബോൾസ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രസ് ചെയ്തൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ബോൾ രൂപത്തിലാക്കുക. അതായത് ഗുലാബ് ജാമുൻ എന്നുള്ള ഫ്രൂട്ട് ഒരു ബോൾ രൂപത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡിഷിനെ നമ്മൾ ഒരു റൗണ്ട് ബോൾ രൂപത്തിൽ ഉണ്ടാക്കി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഒറിജിനൽ ഡിഷൊന്നും അല്ല, ഇത് പേർഷ്യയിൽ നിന്ന് വന്ന് നമ്മളിലേക്ക് എത്തിയൊരു ഡിഷാണ്. അപ്പോൾ പലരുടെയും രീതിക്കും പലരുടെയും കണ്ടുപിടുത്തങ്ങൾക്ക് കൂടി നമ്മളിലേക്ക് എത്തിയതല്ലേ. അപ്പോൾ അതിൻ്റെ ചെറിയ മാറ്റങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ബോൾ രൂപത്തിൽ റെഡിയാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ടും ഇതിലുള്ള ഷുഗറെല്ലാം മെൽറ്റായിട്ടുണ്ട്.
മെൽറ്റായാൽ മതി. ഒരുപാട് തിൻ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മൾ നൂൽ പരിവെന്ന് പറയുന്ന ആ രൂപത്തിലേക്കൊന്നും പോരണ്ട. നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഷുഗർ കംപ്ലീറ്റ് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ നമ്മുടെ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അതായത് ഗുലാബ് ജാമുനാണ്. അപ്പോൾ ഗുലാബിൻ്റെ ഫ്ലേവർ വരണം. അതിനുവേണ്ടി നമ്മളൊരു ടീസ്പൂൺ ഗുലാബ് ജെൽ, അതായത് നമ്മുടെ റോസ് വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചൂടോടെ തന്നെ നമ്മളതൊരു മറ്റൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക. അതിൻ്റെ ചൂട് നഷ്ടപ്പെടാൻ ചാൻസ് കൊടുക്കരുത്. ഇനി നമുക്ക് ഓവർ ഹീറ്റ് ആവാത്ത, അതായത് നന്നായിട്ട് ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ഓയിലായിരിക്കരുത്. നന്നായിട്ട് ചൂടായ ശേഷം ഫ്ലെയിം കുറഞ്ഞിട്ട് വേണം നമ്മളെപ്പോഴും ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ആ ഇട്ട സമയം തന്നെ അതിൻ്റെ കളർ മാറിപ്പോവും. പിന്നെ അതിന് ആ ഒരു പൊങ്ങി വലിയ ബോൾസായിട്ട് വരാനുള്ള ഒരു ശേഷി അതിനുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ചാൻസ് അതിന് കൊടുക്കാതെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെറിയ ചൂടിൽ നമ്മൾ അതിനെ ഇങ്ങനെ ഇളക്കി വേണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഇളക്കുന്ന സമയം സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് നമ്മൾ ഇളക്കുക. അത് പൊട്ടിപ്പോവാനുള്ള ചാൻസും കൊടുക്കരുത്. കാരണം വളരെ സോഫ്റ്റ് ബോളാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ മെല്ലെ നമ്മളിതിനെ ഇളക്കിയെടുത്തിട്ട് ഈ ഒരു നന്നായിട്ട് കളറിലേക്ക് എത്തിക്കുക. അപ്പോൾ കുറച്ചുകൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഗുലാബ് ജാമുൻ എന്ന് പറയുമ്പോൾ അറിയാലോ, അത്യാവശ്യം നല്ല ഡാർക്കായിട്ടുള്ളൊരു കളറിലേക്കാണ് വരിക. ഇപ്പോൾ ഇതാ ഏകദേശം നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ എടുക്കുന്നതും നേരിട്ട് ചൂടുള്ള സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ചൂടുള്ള സിറപ്പ് എന്ന് പറഞ്ഞാൽ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. ബോയിലിംഗ് സ്റ്റേജിൽ നിന്ന് നമ്മളതിനെ മറ്റൊരു പാത്രത്തിലേക്ക് ഇറക്കി കഴിയുമ്പോൾ എത്ര ചൂടുണ്ടാവും ആ ചൂടിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതായത് സിറപ്പിൻ്റെ ചൂട് പോയി കഴിഞ്ഞാലും സിറപ്പ് കട്ടിയായി കഴിഞ്ഞാലും ഈ ഒരു ഗുലാബ് ജാമുന് ആ സിറപ്പിനെ അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്താവും, ആ ബോൾ പോലെ തന്നെ ഇരിക്കും. അതിനകത്തേക്ക് സിറപ്പ് എത്തില്ല. സിറപ്പ് എത്തിയാൽ മാത്രമേ ഉള്ളൂ ആ ഒരു കറക്റ്റ് സോഫ്റ്റ് സ്പഞ്ചി ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടുക. അപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ എല്ലാം തന്നെ പൊങ്ങിയാണ് കിടക്കുന്നത്. ഇനി ഷുഗർ സിറപ്പിനെ അബ്സോർബ് ചെയ്യുമ്പോൾ താനെ താഴ്ന്ന് അങ്ങനെ പോയിക്കോളും. ഇപ്പോൾ ഇതാ നമ്മുടെ ഗുലാബ് ജാമുനെല്ലാം തന്നെ നന്നായിട്ട് അതായത് ആ ഷുഗർ സിറപ്പിനെയൊക്കെ അബ്സോർബ് ചെയ്ത് അത്യാവശ്യം നല്ല സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഈ ഒരു സിറപ്പിനെ അബ്സോർബ് ചെയ്യാനുള്ള ടൈം കൂടെ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരുപാട് ഹോട്ടൽസിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും, അതുപോലെ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇനി ഇത് വലിയ എന്താ പറയുക റോക്കറ്റ് സയൻസ് ഒന്നുമല്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. ഇനി ഗാർണിഷിന് വേണ്ടിയിട്ട് നമുക്ക് ഗുലാബ് ജാമുനാണ്. അപ്പോൾ ഗുലാബ് തന്നെ വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. കുറച്ച് റോസ് പെറ്റൽസ് എടുത്താൽ മതി. അപ്പോൾ ആ റോസിൻ്റെ സ്മെല്ല് നമുക്ക് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തെ ഭാഗം കാണണ്ടേ, ഇത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അത് ആ ചപ്പ ഇങ്ങനെ പോകും, അതായത് ഇങ്ങനെ താഴ്ന്നു പോകും. ആ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുക. അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കണ്ടല്ലോ കംപ്ലീറ്റ് ജ്യൂസി ആയിട്ടിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.